അനന്തം ഭദ്രയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മുമ്പ് തനിക്ക് കഴിയാതിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. സാരി മെല്ലെ മാറ്റി അവളുടെ വയറ് ചുംബിക്കുമ്പോൾ അനന്തന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവന്റെ അപ്പോഴത്തെ അവസ്ഥ ഭദ്രയും മനസ്സിലാക്കിയിരുന്നു. അനന്തൻ തല ഉയർത്തി അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു നെറ്റിയിൽ ചുംബിച്ചു. അനന്തന്റെ കണ്ണിൽ നിന്നും അടർന്നു വീണ കണ്ണുനീർ ഭദ്രയുടെ കവിളിൽ പതിച്ചു. അവൻ നിലത്ത് മുട്ടുകുത്തിയിരുന്ന് ഭദ്രയുടെ കൈകളിൽ കൈകോർത്ത് പിടിച്ചു. എന്താ പറയണ്ടെന്ന് അറിയുന്നില്ലടി. മുഖം ഷോൾഡറിൽ തുടച്ച് വീണ്ടും അവൾക്ക് നേരെ തിരിഞ്ഞു. നിനക്ക് വല്ലതും വേണോ? ഭദ്ര മെല്ലെ തലയാട്ടി. എന്താ? കുറച്ചുനേരം എനിക്ക് അനന്തേട്ടനോട് ചേർന്ന് കിടക്കണം, ഈ നെഞ്ചിലെ ചൂടും കൊണ്ട്. അവൾ പറയുന്ന കേട്ട് അനന്തൻ നിറഞ്ഞ കണ്ണുകളോടെ ചിരിച്ചു. പിന്നെ വേഗം എഴുന്നേറ്റ് ഭദ്രയുടെ അടുത്ത് അവളെ ചേർത്ത് പിടിച്ച് കിടന്നു. അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി കിടക്കുമ്പോൾ ഭദ്രയ്ക്ക് വല്ലാത്ത ആശ്വാസം. എന്തോ തന്നിലൊരു ധൈര്യം വന്നു ചേർന്ന പോലെ. അവന്റെ നെഞ്ചിലെ ചൂടിൽ ചേർന്ന് മിഴികൾ മെല്ലെ പൂട്ടിക്കിടന്നു ഭദ്ര. അനന്തന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ആരൂട്ടൻ വയറ്റിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചേർത്ത് പിടിക്കാൻ കഴിയാതെ നീറി നിന്നിട്ടുണ്ട്. മേധിയുടെ നാവിൽ നിന്ന് സത്യങ്ങൾ അറിഞ്ഞതു മുതൽ അവഗണിക്കപ്പെട്ട ഭദ്രയുടെ മുഖമായിരുന്നു മനസ്സ് നിറയെ. അത് ഓർമ്മ വരുമ്പോഴൊക്കെ സ്വയം മറന്ന് കുടിച്ചിരുന്നു. എന്നിട്ടും ബോധം മറയാതെ ആവുമ്പോൾ സ്വന്തം കൈ ചുമരിലിടിച്ച് ദേഷ്യം തീർക്കും. അങ്ങനെ വേദനിച്ചിട്ടും അതൊന്നും ഭദ്രയുടെ വേദനയ്ക്ക് തുല്യമാവില്ലെന്ന് അറിയുമ്പോൾ വീണ്ടും മാഞ്ഞിടിക്കും. ആനന്ദം ഭദ്രയെ ഒന്ന് നോക്കി. ഉറക്കം പിടിച്ചിട്ടുണ്ട്. പുഞ്ചിരിയോടെ അവൻ തൻ്റെ പ്രാണനെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ക്ലാസ് കഴിഞ്ഞ് ഫ്ലാറ്റിലെത്തിയപ്പോഴാണ് അമ്മ വിളിച്ചത്. ചേച്ചിക്ക് പിന്നെയും പാവം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഒപ്പം ഒരുപാട് സന്തോഷം. വിഷ്ണു വിളിക്കാത്ത പരിഭവമൊക്കെ എങ്ങോട്ട് ഓടിമറിഞ്ഞ പോലെ. പായലിനോട് പറഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷം. വേഗം നാട്ടിൽ പോകാമെന്ന് പറഞ്ഞെങ്കിലും ലീവ് കുറെ എടുത്തുകൊണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് ഇറങ്ങാമെന്ന് പായൽ പറഞ്ഞു. അത് തന്നെ നല്ലതെന്ന് ഭവ്യയ്ക്കും തോന്നി. വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞതും വേഗം നാട്ടിലേക്ക് തിരിച്ചു. നാളത്തെ ക്ലാസ്സൊന്നും അറ്റൻഡ് ചെയ്യാൻ തോന്നിയില്ല. എങ്ങനെയെങ്കിലും ചേച്ചിയെ കണ്ടാൽ മതിയെന്നായി. നാട്ടിലെത്തിയപ്പോൾ അതിലും രസം. അമ്മ ആരൂട്ടിനെ നോക്കി നടപ്പുണ്ട്. ചേച്ചിയെ അനങ്ങാൻ സമ്മതിക്കാതെ അനന്തേട്ടനും. ചേച്ചിക്ക് ചില സമയത്തൊക്കെ ദേഷ്യം വരും. അനന്തേട്ടന്റെ മുഖം കാണുമ്പോൾ ഒന്നും പറയത്തുമില്ല. ഭദ്രേ, അങ്ങനെ നടക്കരുത്, ചാടരുത്, സ്റ്റെപ്പ് ഇറങ്ങണ്ട, ഇനി എന്തെങ്കിലും വേണോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചേച്ചിയുടെ പിന്നാലെ തന്നെയുണ്ട് അങ്ങേര്. സത്യം പറഞ്ഞാൽ ചിരി വരും. ഇങ്ങേര് കവലയിൽ വെച്ച് തല്ലുണ്ടാക്കുന്നത് കണ്ട് ഭയന്നു നിന്നിട്ടുണ്ട് താനും ചേച്ചിയും. ചേച്ചിയും അന്ന് തന്നെ മുറുകെ പിടിച്ചതെന്നും അറിയാം ചേച്ചിയും എത്ര ഭയന്നിരുന്നെന്ന്. എന്നാൽ ഇപ്പോഴോ? ചേച്ചി ഒന്ന് പിണങ്ങിയാൽ മതി, അത് തീർക്കാൻ ചേച്ചിയുടെ പിന്നാലെ തന്നെ നടക്കുന്ന അനന്തേട്ടനെ കാണുമ്പോൾ ചിരിക്കേണ്ടെന്ന് കരുതിയാലും ചിരിച്ചു പോവും. പക്ഷെ കവലയിൽ ഇറങ്ങിയാൽ ബഹുമാനത്തോടെയും ഭയത്തോടെയും അനന്തേട്ടനെ നോക്കുന്ന മിഴികളും. അതൊന്നും ശ്രദ്ധിക്കാതെ ഗൗരവത്തിൽ പോകുന്ന അനന്തേട്ടനും. ശരിക്കും അത്ഭുതം തോന്നിയിട്ടുണ്ട്. ചേച്ചി അറിയാതെ പിന്നെയും കവലയിൽ വെച്ച് തല്ല് നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ചേച്ചിയുടെ ചെവിയിലെത്തില്ല. അമ്മയെ സഹായിക്കാൻ നാണിയമ്മായി എന്നൊരു പ്രായമായ വല്യമ്മയും വരുന്നുണ്ട്. കണ്ടാൽ പ്രായം തോന്നുമെങ്കിലും ചെറുപ്പക്കാരിലും വേഗത്തിൽ മിടുക്കോടെ ഓരോന്ന് ജോലിയും ചെയ്ത് തീർക്കുന്ന കാണുമ്പോൾ വാ തുറന്ന് നിന്നുപോകും. എല്ലാവർക്കും ചേച്ചി വലിയ കാര്യമാണ്, മേലെടുത്ത് വരുന്ന ജോലിക്കാർക്ക് പോലും. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയിക്കൊണ്ടിരുന്നു. ഭദ്രയ്ക്ക് മാസം 3 ചെറുതായി വീർത്ത വയറിൽ അനന്തന്റെ മിഴികളിൽ അത്ഭുതത്തോടെ വീക്ഷിക്കും. ഭദ്രയെ ആരൂട്ടനും ബെഡിലും അനന്തൻ സോഫയിലുമായി കിടത്താം. ആരൂട്ടന് കൂട്ടിയായി മില്ലിലേക്കുള്ള പോക്കും വരവും. പോയാൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ തിരിച്ചെത്തും. അതിനിടയ്ക്ക് പൂജയുടെ അമ്മയ്ക്ക് ഒരു മൈനർ അറ്റാക്ക് വന്നു. പൂജയും പായലും വളരെ ടെൻഷനായി. വീഡിയോ കോൾ ചെയ്തതിന് ശേഷമാണ് രണ്ടാളും ഒന്ന് ശാന്തരായത്. ആ അവസരം മുതലെടുത്തു തന്നെ മീനാൻറ്റി പൂജയുടെ അമ്മ പൂജയുടെ കല്യാണം എടുത്തിട്ടു. കുറെ കരഞ്ഞും വഴക്കിട്ട് എതിർത്തെങ്കിലും അമ്മയുടെ വയ്യാത്ത അവസ്ഥയ്ക്ക് മുന്നിൽ പൂജയ്ക്ക് സമ്മതം അറിയിക്കേണ്ടി വന്നു. 3 മാസത്തിനുള്ളിൽ വലിയ രീതിയിൽ നടത്താമെന്ന് തീരുമാനിച്ചെങ്കിലും പൂജയുടെ വാശിയിൽ അത് വെറും രജിസ്റ്റർ മാരേജായി താഴ്ന്നു. ചെക്കൻ്റെ ഫോട്ടോ അയച്ചു വിട്ടിട്ടും അതൊന്ന് കാണാൻ പോലും പൂജ കൂട്ടാക്കിയില്ല. അച്ഛനും അമ്മയും തൻ്റെ അവസ്ഥ മനസ്സിലാക്കാതെ ഭാവി എന്ന പേരിൽ തൻ്റെ ജീവിതം പന്താടുന്നതിലുള്ള അമർഷവും സങ്കടവും പൂജയിൽ നിറഞ്ഞു. ക്ഷേമമായി നടത്തിയ തൻ്റെ ആദ്യ വിവാഹം ഓർത്തപ്പോൾ അറിയാതെ തന്നെ അവളിൽ ഒരു ഭയം ഉടലെടുത്തു. പൂജയ്ക്ക് പിന്നെ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. അമ്മ പറഞ്ഞ ഡേറ്റ് അടുക്കുംതോറും അവളുടെ മനസ്സ് കൈപ്പിടിയിൽ ഒതുങ്ങാതെ പലതരം ചിന്തകളാൽ അലഞ്ഞു. പിന്നെ 2 മാസം കഴിഞ്ഞുപോയി. ഭദ്രയ്ക്ക് 5-ാം മാസമായി. ചെറുതായ അനക്കമൊക്കെ അറിഞ്ഞു തുടങ്ങി. ഇടയ്ക്ക് വാവ അനങ്ങുമ്പോൾ ഭദ്ര അനന്തന്റെ കൈയെടുത്ത് വയറ് ചേർത്ത് വയ്ക്കും. അനക്കം അറിയുന്നതിനൊപ്പം അവന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടരും. എല്ലാ ആഴ്ചയും ഭവ്യ വന്നുപോയി ഇടയ്ക്ക് ഭർത്താവിന്റെ വീട്ടിൽ കൂടി പോയി നിൽക്കും. വിലാസിനി പറയുന്ന ഓരോ കാര്യങ്ങൾ അറിയാൻ ചെവി കൂർപ്പിക്കും. വിഷ്ണു വിളിച്ചിട്ട് 2 ആഴ്ചയായി എന്ന് വിലാസിനി പറഞ്ഞപ്പോൾ ഭവ്യയ്ക്ക് ചെറുതായി ടെൻഷൻ തോന്നി. ശാകേഷായി എന്തെങ്കിലും വാക്ക് തർക്കം നടന്നിരിക്കുമോ എന്നവൾ ഭയന്നു. തിരിച്ച് കോളേജിൽ എത്തിയിട്ടും ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. ഭ്രാന്ത് പിടിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ ശരിക്കും അനുഭവിക്കുന്നുണ്ട്.
കോളേജിൽ നിന്ന് ഫ്ലാറ്റിലേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയെങ്കിലും വിഷ്ണുവിനെ ഡിവോഴ്സ് ചെയ്യണമെന്ന ചിന്തയായി ഭവ്യയ്ക്ക്. അങ്ങനെയാണെങ്കിൽ ഈ ലോഹം കഴുത്തിൽ ചുമക്കേണ്ട കാര്യമില്ലല്ലോ. പായൽ പകച്ചു നിൽക്കുന്ന കണ്ടാണ് ഭവ്യ ആലോചന നിർത്തി നോക്കിയത്. ഫ്ലാറ്റ് തുറന്നു കിടക്കുന്നുണ്ട്. ഉള്ളിലേക്ക് സംശയത്തോടെ കയറുമ്പോൾ പായലിന്റെ കൈകൾ ഭയത്തോടെ മുറുകെ പിടിച്ചിരുന്നു. കിച്ചണിൽ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. ഭവ്യ ഒന്ന് ഉമിനീരിറക്കി. ചോർ കള്ളൻ കിച്ചണിൽ നിന്ന് പ്ലേറ്റ് എല്ലാം എടുക്കായിരിക്കും. പായൽ ശബ്ദം താഴ്ത്തി പറയുന്നുണ്ട്. ഭവ്യ അവളെ ഒന്ന് നോക്കി. രണ്ടാളും പേടിയോടെ കിച്ചണിലേക്ക് എത്തി നോക്കി. ഭവ്യയുടെ ശ്വാസം വിലങ്ങി. വല്ലാതെ മിടിക്കുന്ന ഹൃദയത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ അവൾ അങ്ങനെ തന്നെ നിന്നു. വിഷ്ണു ഏട്ട. പായൽ ഓടിച്ചെന്ന് അവന് പുണർന്നു. ബ്ലാക്ക് ഷോർട്സ് മാത്രം ധരിച്ചാണ് നിൽപ്പ്. സിക്സ് പാക്ക് മൊത്തം വെളി കാണിച്ചിട്ടുണ്ട്. ഭവ്യ അവനെ തന്നെ നോക്കി നിന്നു. വിഷ്ണു ഞെട്ടി പായലിനെ പുണർന്നു. അവന്റെ കണ്ണുകൾ വേഗം വാതിൽക്കലെത്തി. തന്നെ മാത്രം പകച്ചു നോക്കി നിൽക്കുന്ന ഭവ്യ. എപ്പോ വന്നു ഏട്ടാ? ഒരു 10 മിനിറ്റ്. ദാ കോഫി. വിഷ്ണു പകർത്തി വെച്ച കപ്പിൽ നിന്ന് ഒരെണ്ണം പായലിന് കൊടുത്തു. പായൽ കപ്പം പിടിച്ച് തിരിഞ്ഞ് ഭവ്യയെ നോക്കി. ഇത് വിഷ്ണു ഒരു കപ്പ് കൂടി നീട്ടിയപ്പോൾ പായൽ നെറ്റി ചുളിച്ചു. കെട്ടിയോൾക്കല്ലേ, തനിയെ കൊടുത്തോ. പായൽ കഴുത്ത് വെട്ടിച്ച് ഹാളിലേക്ക് നടന്നു. വിഷ്ണു പ്രതീക്ഷയോടെ കപ്പം പിടിച്ച് ഭവ്യയെ നോക്കി നിന്നു. വിഷ്ണു മെല്ലെ അടുത്തേക്ക് വരുന്തോറും ഭവ്യ വിറയലോടെ നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. മൂക്കിൻ തുമ്പ് ദേഷ്യത്തിൽ ചുവന്നിരുന്നു. കയ്യിലിരുന്ന ബാഗ് നിലത്തേക്ക് വഴുതി വീണു. കോഫി. വിഷ്ണു കോഫി നീട്ടിയതും ഭവ്യയുടെ കൈ ഉയർന്നതാണു. കപ്പ് നിലത്തേക്ക് വീണ് പൊട്ടിച്ചിതറി. അടി കിട്ടിയപ്പോൾ വിഷ്ണു മുഖം തിരിച്ചു. അവളെ നേരെ നോക്കിയില്ല. ഭവ്യ വീണ്ടും അവനെ തല്ലി. കരച്ചിലോടെ തലങ്ങും വിലങ്ങും അവനെ തല്ലിയപ്പോൾ തലതാഴ്ത്തി നിന്നതല്ലാതെ അവളെ തടയാനോ എതിർക്കാനോ പോയില്ല. എവിടെയായിരുന്നു? ഇപ്പൊ എന്തിനാ വന്നേ? ഭവ്യ കരച്ചിലോടെ അവനെ പിടിച്ചു കുലുക്കി. പറ. ഭവ്യ വീണ്ടും കരഞ്ഞതും വിഷ്ണു അവളെ അവന്റെ നെഞ്ചോട് ചേർത്തു. അവനിൽ നിന്നും അതേ ആഗ്രഹിച്ചുള്ളൂ. ആ നെഞ്ചിലെ ചൂടിലേക്ക് ചേരുമ്പോൾ വല്ലാത്ത ആശ്വാസം. കൂടെ ആരോ ഉണ്ടെന്ന തോന്നൽ. അല്പസമയം നിന്ന് അവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞതിന് ശേഷമാണ് താനെന്താ ചെയ്തെന്നുള്ള തോന്നൽ അവളിൽ വന്നത്. ഉടനെ തന്നെ അവനെ വിട്ട് നീങ്ങി നിന്നെങ്കിലും വിഷ്ണു ബലത്തോടെ അവളെ നെഞ്ചിലേക്ക് അമർത്തി. കാണാതിരിക്കാനും വിളിക്കാതിരിക്കാനും പറ്റുന്നില്ലായിരുന്നടി. പക്ഷേ ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ നെഞ്ചിൽ ഞാൻ മാത്രം വേണമെന്ന് വാശിയായിരുന്നു. വിഷ്ണു അവളുടെ നെറുകിൽ ചുണ്ടുകൾ അമർത്തി. ഭവ്യ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവനെ നോക്കി. ഭവ്യ കുതിരക്കൊണ്ട് അവനിൽ നിന്ന് അകലാൻ ശ്രമിക്കുമ്പോൾ അതിലും കൂടുതൽ ബലത്തോടെ അവൻ ചേർത്ത് നിർത്തി. ഇനി ഒരിക്കലും വിട്ടുപോവില്ലെന്ന ഉറപ്പോടെ. കപ്പ് തിരികെ കൊണ്ടുവയ്ക്കാൻ വന്ന പായൽ ഇരുവരും നിൽക്കുന്ന കണ്ട് തിരികെ റൂമിലേക്ക് തന്നെ ചെന്നു. വേദനയെടുത്ത് കരയുന്ന ബദ്രിയുടെ കൈകളിൽ അനന്തൻ അമർത്തിപ്പിടിച്ചു. ലേബർ റൂമിലേക്ക് കയറ്റും മുമ്പ് ബദ്രിയുടെ കൈകളിൽ നിന്നും തന്റെ കൈകൾ അയച്ചു. ചുറ്റിലും എല്ലാവരും ഉണ്ടെങ്കിലും അനന്തന് വല്ലാത്ത ഭയം തോന്നി. ആരൂട്ടൻ ഭവ്യയുടെ കയ്യിലുണ്ട്. എല്ലാവരും പ്രാർത്ഥനയിലാണ്. വിഷ്ണു രാഗിണി അമ്മായിയെ ആശ്വസിപ്പിച്ചിരിക്കുന്നുണ്ട്. അനന്തന്റെ കൈകൾ വല്ലാതെ വിറച്ചു. ആകാശത്ത് മഴമേഘങ്ങൾ ഇരുട്ടുമൂടി. അനന്തൻ വരാന്തയിലൂടെ പുറത്തേക്ക് നടന്നു. മഴ പെയ്യുന്നതിന് മുമ്പുള്ള ഇരുട്ടുമൂടിയ അന്തരീക്ഷം. അനന്തൻ സിഗരറ്റ് കത്തിച്ച് എൻട്രൻസിൽ നിന്നു. ബദ്രിയുടെ കരച്ചിൽ ഇപ്പോഴും ചെവിയിൽ മുഴങ്ങും പോലെ. ഉച്ചയ്ക്ക് ആഹാരത്തിന് ഇരിക്കുമ്പോഴായിരുന്നു ചെറിയ വേദന എടുക്കുന്നെന്ന് പറഞ്ഞത്. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ എത്തിയപ്പോഴേക്കും വേദന കൂടിയിരുന്നു. ചുമരിലേക്ക് ചാരി സിഗരറ്റ് ചുണ്ടോട് ചേർത്തു. എൻട്രൻസിന്റെ പടികൾ കണ്ടതും അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അന്ന് കാലുപൊള്ളി ഹോസ്പിറ്റൽ വന്നപ്പോൾ ഇവിടെ നിന്നാണ് അവളെ കൈകളിൽ എടുത്തത്. മാറുമേലെ മുട്ടാതിരിക്കാൻ അവൾ കാണിക്കുന്ന കണ്ട് ചിരി വന്നെങ്കിലും ഗൗരവം കാണിച്ചു. എത്ര പെട്ടെന്നാണ് കാലങ്ങൾ പോയത്. ബദ്രിയുടെ വയറിന്റെ വലുപ്പം കൂടുന്നതൊക്കെ തനിക്ക് പുതിയൊരു അനുഭവമായിരുന്നു. ആരൂട്ടനെയോ ഇങ്ങനെ കാണാൻ സാധിച്ചില്ല. ലേബർ റൂമിൽ വേദനയോടെ കരയുമ്പോൾ ബദ്രിക്ക് വല്ലാത്ത ഭയം തോന്നി. ആരൂട്ടനെ പ്രസവിക്കുമ്പോൾ വല്ലാത്ത ധൈര്യമായിരുന്നു. ഒറ്റയ്ക്കാണെന്നുള്ള തിരിച്ചറിവുണ്ടായിരുന്നു. തോറ്റുകൊടുക്കാൻ മനസ്സിലായിരുന്നു. പക്ഷെ ഇപ്പോൾ അനന്തേട്ടനെ കാണുമ്പോൾ. ലേബർ റൂമിൽ കയറ്റിയിട്ട് സമയം കുറേയായി. അനന്തനാകെ ഭ്രാന്ത് വരുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടെ പോയി നോക്കും. ഒന്നും ആയിട്ടില്ലെന്ന് പറയുമ്പോൾ ടെൻഷനോടെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങും. എവിടെ ഇരുന്നിട്ടും ഒരു സമാധാനമില്ല. ബദ്രിയുടെ കരച്ചിൽ ഇപ്പോഴും കാതിൽ മുഴങ്ങുന്നു. അനന്തേട്ട. ഭവ്യയുടെ വിളി കേട്ടാണ് തിരിഞ്ഞു നോക്കിയത്. ആരൂട്ടനെ കയ്യിൽ പിടിച്ച് സന്തോഷത്തോടെ നിൽപ്പുണ്ട്. കാര്യം എന്താണെന്നറിയാൻ വേഗം പാഞ്ഞു. അനന്തേട്ട. ഭവ്യയുടെ വിളി കേട്ടാണ് തിരിഞ്ഞു നോക്കിയത്. ആരൂട്ടനെ കയ്യിൽ പിടിച്ച് സന്തോഷത്തോടെ നിൽപ്പുണ്ട്. കാര്യം എന്താണെന്നറിയാൻ വേഗം പാഞ്ഞു. ലേബർ റൂമിന് മുമ്പിൽ രാഗിണി അമ്മയുടെ കയ്യിലേക്ക് നോക്കിയപ്പോൾ തോന്നിയ വികാരം. അന്ന് ആരൂട്ടനെയും ആദ്യമായി കണ്ടപ്പോൾ മനസ്സ് ഇങ്ങനെ തുടികൂട്ടിയിരുന്നു. മെല്ലെ അവരുടെ അടുത്തേക്ക് ചുവട് വെച്ചു. പെൺകുട്ടിയാ. രാഗിണി അനന്തനെ കണ്ടപ്പോൾ ചിരിച്ചു. രാഗിണിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങുമ്പോൾ അനന്തന്റെ കൈകൾ അകാരണമായി വിറച്ചിരുന്നു. ആദ്യമായാണ് ഇങ്ങനെയൊരു നിമിഷം. ടർക്കിയിൽ പൊതിഞ്ഞ് കണ്ണടച്ച് ചുണ്ട് നുണയുന്ന ഒരു ചോരക്കുഞ്ഞ്. റോസ് നിറമാണ്. കൈകളൊക്കെ മൃദുലവും. നിറകണ്ണുകളോടെ കുഞ്ഞിന്റെ നെറ്റിൽ അമർത്തിയൊന്ന് മുത്തി അനന്തൻ. മതി. ഇനി റൂമിലേക്ക് മാറ്റിയിട്ട് നഴ്സ് വേഗം കുഞ്ഞിനെ വാങ്ങി. ഭദ്ര. അനന്തന്റെ ശബ്ദം.
സന്തോഷം കൊണ്ട് ഇടറിയിരുന്നു. സുഖമായിരിക്കുന്നു, കുറച്ചു കഴിഞ്ഞാൽ മുറിയിലേക്ക് മാറ്റും. നഴ്സ് ഉള്ളിലേക്ക് കയറി. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞാണ് ഭദ്രയും കുഞ്ഞിനെയും റൂമിലേക്ക് മാറ്റിയത്. ആരൂട്ടിന് വാശിയായതുകൊണ്ട് അനന്തൻ അവനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഭദ്രയുടെ ക്ഷീണമാർന്ന മിഴികൾ അനന്തനെ തിരിഞ്ഞു. കുഞ്ഞിനെ വിഷ്ണു എടുത്തിട്ടുണ്ട്. ഭവ്യ കുഞ്ഞിന്റെ കൈയും കാലും തലോടി. രാഗിണി ഭദ്രയുടെ അടുത്ത് വന്നിരുന്നു. നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും തരട്ടെ? നല്ല ദാഹം. വരൾച്ചയോട് കൂടിയ ശബ്ദം. രാഗിണി ഫ്ലാസ്കിൽ നിന്ന് ചായ പകർത്തി ഭദ്രയ്ക്ക് കൊടുത്തു. ആർത്തിയോടുകൂടി അവൾ വാങ്ങിക്കുടിച്ചു. നോർമൽ ഡെലിവറി ആണെങ്കിലും സ്റ്റിച്ച് നല്ല വേദന. ഭദ്ര മെല്ലെ ചാരിയിരുന്നു. കൊച്ചിന് നല്ല മുടിയുണ്ട് അല്ലേ അമ്മേ? ഭവ്യ കുഞ്ഞിന്റെ തലയിൽ തലോടി. അതാണ് ഇത്ര ഛർദി ഉണ്ടായിരുന്നത്, രാഗിണി പറഞ്ഞു. ഭദ്ര മിഴികൾ ചേർത്തടച്ചു. അപ്പോഴാണ് അനന്തൻ ആരൂട്ടിനെയും കൂട്ടി ഉള്ളിലേക്ക് വന്നത്. ഭദ്രയെ കണ്ട അനന്തന്റെ കണ്ണുകൾ വിടർന്നു. ആരൂട്ടനെ ഭവ്യയെ ഏൽപ്പിച്ച് വിഷ്ണുവിന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി. അച്ഛന്റെ കൈകളിൽ ചൂടറിഞ്ഞതും കുഞ്ഞിപ്പെണ്ണ് കുറുകിക്കൊണ്ട് കണ്ണുകൾ തുറന്നു. ചുറ്റുമുള്ള പ്രകാശം ആകമാനം നോക്കി. ആനന്ദനൊന്ന് ചിരിച്ച് ഭദ്രയെ നോക്കി. അവൻ അവൾക്കടുത്തേക്ക് ചെന്നു. എല്ലാവരും മെല്ലെ പുറത്തേക്ക് വലിഞ്ഞു. കുഞ്ഞിനെ ഭദ്രയുടെ അരികിൽ കിടത്തി പുറത്തേക്ക് ഇറങ്ങാൻ നിന്ന ഭവ്യയുടെ കയ്യിൽ നിന്നും ആരൂട്ടനെ എടുത്തു. ഭദ്രയെ കണ്ടതും ആരൂട്ടൻ അവളുടെ മുഖത്ത് തൊട്ടു. ഭദ്ര മെല്ലെ കണ്ണുകൾ തുറന്നു. ആനന്ദനെ കണ്ടതും അവളൊന്ന് ചിരിച്ചു. നല്ല വേദന ഉണ്ടോടി? ആനന്ദൻ കുനിഞ്ഞു നിന്ന് അവളുടെ മൂക്കിൽ മൂക്കുരസി. ഏയ്, വേദന ഉണ്ടെങ്കിലും അത് പറയാൻ തോന്നിയില്ല. മോളെ കണ്ടോ? ആനന്ദൻ കുഞ്ഞിനെ നോക്കി. ആരൂട്ടൻ കുഞ്ഞിന്റെ കയ്യിലും കാലിലും ഒക്കെ തൊട്ടിട്ട് അച്ഛനെയും അമ്മയും മാറി മാറി നോക്കും. അവർ ശ്രദ്ധിക്കുന്നില്ലെന്ന് കാണുമ്പോൾ വീണ്ടും തുടരും. ആനന്ദൻ ഭദ്രയെ കണ്ണിമയ്ക്കാതെ നോക്കി. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ഈ പെണ്ണിനോട്. ഭദ്ര ആനന്ദന്റെ നോട്ടം കണ്ട് പുരികം ഉയർത്തി. അവൻ തല വിലങ്ങനെയാട്ടി. കുഞ്ഞിപ്പെണ്ണിന്റെ 90 ആരൂട്ടന്റെ പിറന്നാളിന്റെ അന്ന് തന്നെയായിരുന്നു. അവന്തിക എന്ന് പേര് കാതിൽ ചൊല്ലി. ആരൂട്ടൻ പൊതുവെ വാശിയില്ലാത്ത കുട്ടിയാണ്. എന്നാൽ അനിയത്തി അങ്ങനെയല്ല. ആരെങ്കിലും എടുത്തു നടക്കണം. പകൽ വാശി പിടിച്ചുറങ്ങും, രാത്രി വാശി മാത്രം, ഉറക്കമില്ല. അതുകൊണ്ട് അച്ഛനും അമ്മയും കുറെ മെനക്കെട്ടു. ആനന്ദന്റെ ശബ്ദം കേട്ടാൽ മതി, കുഞ്ഞിപ്പെണ്ണ് ഓരോ ശബ്ദമുണ്ടാക്കി അച്ഛനെ അടുത്തേക്ക് വിളിക്കും. പെണ്ണിന്റെ വാശിയും കരച്ചിലും കുറുമ്പും കാരണം ആരൂട്ടൻ ഒന്ന് ഒതുങ്ങി. ചേട്ടനായതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിന് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാനും മടിയില്ലായിരുന്നു. കാലങ്ങൾ വീണ്ടും പോയിക്കൊണ്ടിരുന്നു. നഗ്നമായ വിഷ്ണുവിന്റെ നെഞ്ചിൽ മുഖം അമർത്തി കിടക്കുമ്പോൾ പഴയ പോലെ ആശ്വാസം തോന്നുന്നില്ല. വിലാസിനി അമ്മയുടെ വാക്കുകൾ വീണ്ടും കൊത്തിവലിക്കുന്ന പോലെ. അതുകൊണ്ട് തന്നെയാണ് വിഷ്ണുവേട്ടൻ വീണ്ടും ബാംഗ്ലൂരിൽ താമസിക്കാമെന്ന് തീരുമാനിച്ചത്. ഭവ്യയ്ക്ക് ഒന്നും ചോദിക്കാൻ തോന്നിയില്ല. നാളെ വിഷ്ണുവേട്ടന് അമേരിക്കയിൽ പോവാണ്. അവിടെ ഒരു ജോലി ശരിയായിട്ടുണ്ട്. പൂജ ചേച്ചിയുടെ അച്ഛനും അമ്മയും ഏർപ്പാടാക്കിയ കമ്പനിയിലാണ്. പോയി 1 മാസം നിന്നാൽ പിന്നെ തന്നെയും കൊണ്ടുപോകും. അതുവരെ നാട്ടിൽ പോവരുതെന്ന് കർശനമായി പറഞ്ഞിട്ടുണ്ട്. ഭവ്യ എഴുന്നേറ്റപ്പോൾ വിഷ്ണു അവളെ പൊതിഞ്ഞു പിടിച്ച് വീണ്ടും കിടത്തി. വിടി വിഷ്ണുവേട്ട, സമയം എത്ര ആയെന്നറിയോ? ഭവ്യ കെഞ്ചി. ഇനി 1 മാസം കൂടി കഴിയണം. അപ്പോൾ നീ ഓർത്ത് വിഷമിക്കും. വിഷ്ണു അവളെ ചുംബിച്ചു. ഞാനോ? അവൾ പുരികം ഉയർത്തി. ഏയ്, ഞാൻ. വിഷ്ണു ചിരിയോടെ വീണ്ടും അവളിലേക്ക് ചേർന്നു. വിഷ്ണുവിനെ എയർപോർട്ടിലാക്കാൻ വന്നപ്പോൾ ഭവ്യയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഇനി ശരിക്കും ഒറ്റപ്പെടലായിരിക്കും. പെണ്ണെ, വിഷമിക്കേണ്ട. പായൽ വരും, ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവനെ അവളെയൊന്ന് അമർത്തി പുണർന്നു. ഭവ്യ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. 1 മാസം അല്ലേടാ? ഭവ്യ മിഴികൾ തുടച്ച് തലയാട്ടി. വിഷ്ണുവിന് സങ്കടം തോന്നി. പക്ഷെ ഇവിടെ ഇനി അവളെ നിർത്താൻ കഴിയില്ല. അവൻ തിരിഞ്ഞു നടക്കുമ്പോൾ മനസ്സിലുറപ്പിച്ചു. ഭവ്യ കാറിൽ കയറി. വന്ന കരച്ചിൽ നല്ലപോലെ കരഞ്ഞു തന്നെ തീർത്തു. അല്പസമയം കഴിഞ്ഞതും മുഖം അമർത്തി തുടച്ചു. കാർ എടുത്തു. ഫ്ലാറ്റിലേക്ക് പോകുന്നതിന് പകരം പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് സൂസൻ ജോർജിന്റെ വീട്ടിലേക്കായിരുന്നു അവൾ കാർ തിരിച്ചത്. തന്റെ റിപ്പോർട്ട് വാങ്ങി സൂസൻ വെയിറ്റിംഗ് ആണ്. വിഷ്ണുവേട്ടൻ പോവാൻ കാത്തിരിക്കുകയായിരുന്നു. മുമ്പേ വിളിച്ചു പറഞ്ഞതുകൊണ്ട് അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. സൂസന്റെ മുറിയിലേക്ക് കടക്കുമ്പോൾ കൈയും കാലും വല്ലാതെ വിറച്ചിരുന്നു. സൂസൻ ഒന്ന് കണ്ടപ്പോൾ ചിരിച്ചിരിക്കാൻ പറഞ്ഞു. ഭവ്യ ടെൻഷനോടെ ഇരുന്നു. മാരേജ് കഴിഞ്ഞിട്ട് 3 വർഷം ആയെന്നല്ലേ പറഞ്ഞേ? ഭവ്യ തലയാട്ടി. മുമ്പ് 2 അബോർഷൻ കഴിഞ്ഞതുകൊണ്ട് ഇനി കുഞ്ഞുണ്ടാവാൻ സാധ്യത കുറവാണ്. താനൊരു ഡോക്ടർ കൂടി ആയതുകൊണ്ട് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. ഡോക്ടർ പറയുന്നതിന് എനിക്കൊരിക്കലും. ഏയ്, അങ്ങനെയല്ല. മെഡിസിൻ കൊണ്ട് മാറാവുന്നതേ ഉള്ളൂ. അതും 50-50 ആണ്. ഡോക്ടർ, ഈ മെഡിസിൻ എത്ര കാലം? അതൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല ഭവ്യ. ചിലപ്പോൾ മാസങ്ങൾ, ചിലപ്പോൾ വർഷങ്ങൾ. ഒരു 6 മാസം താനീ മരുന്ന് കഴിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ചെക്കപ്പ് നടത്താം. സൂസൻ മൂക്കൻ തുമ്പിലിരുന്ന കണ്ണടയൊന്ന് ഉയർത്തി മരുന്ന് ചീട്ടെഴുതി. സൂസന്റെ അടുത്തു നിന്ന് ഇറങ്ങുമ്പോൾ ഭവ്യയുടെ മനസ്സ് കലങ്ങി മറിഞ്ഞു. ഫോണിൽ വിലാസിനി അമ്മയുടെ മിസ് കോൾ ഉണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞു. താനും കുഞ്ഞിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ നിന്നില്ല. എന്നാൽ പഠിത്തം കഴിഞ്ഞപ്പോൾ തൊട്ട് ചില മുറുമുറുപ്പുകൾ കേൾക്കാൻ തുടങ്ങി. പിന്നെ നേരിട്ടായി. അപ്പോഴും വിഷ്ണുവേട്ടൻ പൊതിഞ്ഞു പിടിച്ചിട്ടേ ഉള്ളൂ. അമ്മയോട് ഇനി ഈ കാര്യം കൂടി പറഞ്ഞാൽ
തന്നെ എന്തായാലും വെറുക്കും. വിഷ്ണു പോയി വരാൻ എന്തായാലും 1 മാസം പിടിക്കും. ചിലതൊക്കെ മനസ്സിൽ ഉറപ്പിച്ചു. ഭവ്യ കാറ് നേരെ ഫ്ലാറ്റിലേക്ക് തിരിച്ചു.